എന്തായാലും നിങ്ങളുടെ ഒരു ക്രിസ്മസ് സന്ദേശം നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ കുട്ടികൾക്കും അമ്മമാർക്കും എന്താണ് ഫാദർ കൊടുക്കാനുള്ളത്? അമ്മമാര് അത് പറയാതിരിക്കും. ഇപ്പൊ ഞങ്ങളിപ്പോ 2 അച്ഛന്മാര് ആയിട്ടുണ്ടെങ്കിൽ ബലിപീഠത്തിൽ ഇങ്ങനെ ബലിയർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ, കുറവുകളുള്ള ബലഹീനരാണ്, അതിൻ്റെയൊക്കെ പിന്നിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടെന്നതാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കർത്തൃസന്നിധിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പേരൻസ് ഉണ്ടാകുക, മാതാപിതാക്കളുണ്ടാകുക, അമ്മയുണ്ടാകുക മക്കളുടെ ഭാഗ്യമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രിയപ്പെട്ട അപ്പച്ചനുണ്ട്, ഒരു അമ്മച്ചിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചീനെ പറ്റി പറയുമ്പോൾ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കയ്യിൽ നിന്ന് പോകേണ്ട ഒരു അമ്മച്ചിയായിരുന്നു. ബ്രെയിനിലൊക്കെ ഒരു ട്യൂമറൊക്കെ വന്ന് വല്ലാണ്ട് തളർന്നു പോയ അവസ്ഥയുണ്ട്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അമ്മച്ചി നേരത്തേക്കാളും എനർജിയായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് വേണം അമ്മേനെ. കാരണം ഞങ്ങൾക്ക് നിൽക്കണമെങ്കിൽ, ആ ഒരു സ്പിരിറ്റിൽ ഞങ്ങൾക്ക് നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ ഒരു കഴിവുകൊണ്ടൊന്നുമല്ല, കുറവുകളേറെ ഉള്ള ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ തന്നെയാണ്. അത് സമയത്ത് എനിക്ക് തോന്നുന്നത് എല്ലാ അമ്മമാരെയും ഓർക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ക്രിസ്മസ്, കരുതലിൻ്റെ ഒരു ക്രിസ്മസ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ 6 വർഷം മുമ്പാണ്. 1 വർഷം കൂടി ജീവിച്ചിരിക്കുള്ളൂ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ അവസരത്തിലൊക്കെ ഇനി 1 വർഷം കൂടി മാത്രമേ അമ്മയെ കാണാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഞാൻ എല്ലാവരോടായിട്ട് ഷെയർ ചെയ്യാണ്, അമ്മ വിളിച്ചിട്ട് ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം. ഈ അമ്മ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ തിരക്ക് കാരണമൊക്കെ ഫോൺ എടുക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് സംസാരിച്ച് വെക്കുന്നു. അപ്പം അതൊക്കെ ദൈവം എനിക്കൊരു വല്ലാത്തൊരു കുറ്റബോധമാണ്. അപ്പോൾ അമ്മയും മകളും എന്നുള്ള പ്രോഗ്രാം കാണുമ്പോൾ, ശ്രവിക്കുമ്പോഴൊക്കെ മക്കൾക്ക് വരേണ്ട ഒരു വിചാരമാണ്, അമ്മയായിക്കോട്ടെ അപ്പനായിക്കോട്ടെ എപ്പോൾ വിളിച്ചാലും ആ ഫോണ് ഞാൻ എവിടെയാണെന്ന് അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയായിരിക്കും വിളിക്കുന്നത്. എവിടെ എത്തിയോ, സേഫ് ആണോ, അങ്ങനെ ഒരു 1-2 സംസാരങ്ങൾ അമ്മമാർ സംസാരിക്കുള്ളൂ. പക്ഷെ അതെടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ അവർ വിളിക്കുമ്പോഴൊക്കെ ഒന്ന് ഫോൺ കോളൊക്കെ എടുത്ത് അവർ സ്നേഹം നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ എല്ലാവരും ഈ ഒരു മെസ്സേജ് അവരുടെ ജീവിതത്തിലേക്ക് എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? യെസ്. ആനി ചേച്ചിക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ പാട്ട് പഠിച്ചിട്ടുണ്ടോ ചേച്ചി? ഇല്ല. അപ്പൊ ഒരു പാട്ട് പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാട്ടുകാരി ആയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ എന്തെങ്കിലും അഭിനേത്രി എന്നുള്ള ഇതല്ലാതെ വേറെ എന്ത് കലാരൂപമാണ് ചേച്ചിക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത്? അല്ല, ശരിക്കും എനിക്ക് വീണ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇൻസ്ട്രുമെന്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിന്നെ അന്വേഷിച്ചപ്പോൾ ഇച്ചിരി മെനക്കെട്ട ഏർപ്പാടാന്ന് പറഞ്ഞു. പിന്നെ പാട്ട് ആസ്വദിക്കാത്ത ആരാ ഉള്ളേ? നമ്മളായാലും എന്നെ ഒന്ന് മൂളിപ്പാട്ടായാലും പാടുകയല്ലേ, ഇതൊന്നും ശരിയല്ലെങ്കിൽ പോലും. അല്ല, പക്ഷെ ഞാൻ ഈ 3 കുട്ടികളുടെ അമ്മയല്ലേ, അപ്പൊ 3 കുട്ടികളെ നല്ല താറാട്ടെല്ലാം പാടിയിട്ടുണ്ടാവല്ലോ, ഉറപ്പാണ് അല്ലേ? ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മള് ബോൺ സിംഗേഴ്സ് ആണ്, എല്ലാ അമ്മമാരും ബോൺ സിംഗേഴ്സ് ആണ്. അപ്പൊ അതില് ഒന്ന് മൂളി. അയ്യോ വേണ്ട, ഞാൻ അങ്ങനെയല്ല ഉറക്കുന്നതൊന്നും. ഞാനിങ്ങനെ താരാട്ട് പാടി അല്ല ഉറക്കുന്നത്. ഞാനിങ്ങനെ ചീഞ്ചട്ടിയിലേക്ക് 2 കരിവേപ്പില എടുത്തിടൂ, കടുകുവറ അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ താരാട്ട് പാടി അങ്ങനെയൊന്നുമില്ല. അന്നേരം ഈ പിള്ളേരന്നേരം വലിയ ഗ്യാപ്പില്ല. അപ്പത്തേനും ആ മൂത്താള് വന്ന്, ഒരാൾ തൊട്ടിൽ കിടക്കുമ്പോൾ മൂത്താള് വന്നു വെച്ചാൽ അമ്മേ എന്നെ അവിടെ പോയി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഞാൻ ഒന്ന് ഉറക്കി വെച്ച് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരട്ടി ഓടിക്കുന്ന പരിവാ. അല്ല, അങ്ങനെ താരാട്ട് പാടാൻ അതിന് മുമ്പേ കൊച്ചുറങ്ങും. അതെ. എന്ന് നല്ല പിള്ളേര്. ഷാജി സാറിന്റെ പൊതുവെയുള്ള നേച്ചർ എങ്ങനെ? ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ ഭയങ്കര അങ്ങനെ പാട്ട് ആസ്വദിക്കുന്ന ഒരാൾ തന്നെയാണോ? ദേഷ്യക്കാരൻ എന്ന് പറഞ്ഞാൽ വർക്ക് നടക്കുമ്പോൾ ദേഷ്യമുണ്ട്, അല്ലാതെ ഏറ്റവും പക്ക ഫാമിലി പേഴ്സണാണ്. ഈ എപ്പോഴെങ്കിലും ഡയറക്ഷനിൽ ഇടപെട്ടിട്ടുണ്ടോ? സ്ക്രിപ്റ്റിലോ ഡയറക്ഷനിലോ? അതായത് അങ്ങനെ അഭിപ്രായങ്ങള് ഷാജിയേട്ട ഇങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞിട്ട്? അത് ആദ്യമൊക്കെ ഏട്ടൻ വന്നിട്ട് ഇങ്ങനെ കഥ പറയും. പക്ഷെ അത് പിന്നെ പറഞ്ഞു വരും ആ കഥയല്ലായിരിക്കും. സിനിമയിൽ കാണുമ്പോൾ അതേ അല്ലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞേട്ടാ ഞാൻ ലാസ്റ്റ് സിനിമ കണ്ടോളാന്ന് പറയും. വെറുതെ എന്റെ തല പോകാൻ എനിക്ക് താല്പര്യമില്ല. അതല്ലേ. നിങ്ങൾ സിനിമയൊക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഇപ്പൊ അടുത്ത ഏതൊരു സിനിമയെ കണ്ടത്? അടുത്ത് കണ്ടത് വിജയുടെ ലിയോ. ഫാദർ തീരെ പ്രതീക്ഷിക്കാതെ. അതെ, ഞാൻ ചോദിക്കാൻ പോണേന്ന് വിസിലടിക്കാറുണ്ടോ നോക്കുമ്പോ വിസിലടിക്കുന്ന പടങ്ങളാണ് കണ്ടത്. ലിയോ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു വേറെ പടമായിരിക്കും പറയാന്ന് എന്റെ മനസ്സിൽ. ഈ ഷാജി സാറിന്റെ പടങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫേവറേറ്റ് പടം എന്തെങ്കിലും? ഉറപ്പായിട്ട് നരസിംഹമൊക്കെ. സൂപ്പർ അമ്മയും മകളും.